നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പോയി ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. അവിടെ ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുത്തു. ഈ ക്യൂബയിൽ നിന്ന് മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക്, നമ്മുടെ നാട്ടിൽ 2 ക്യാൻസർ സെൻ്ററുകളുണ്ട്. ഒന്ന് തെക്ക് RCCയും വടക്ക് മലബാർ ക്യാൻസർ സെൻ്ററും. സർക്കാരിൻ്റെ അല്ലെങ്കിൽ പൊതുമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന, സർക്കാർ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് രണ്ടും. അതിൽ ഈ മലബാർ ക്യാൻസർ സെൻ്ററിന് വലിയ സഹായം കിട്ടും, സഹകരണം കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് പോയത്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ സാർ? വാസ്തവം എന്ന് പറഞ്ഞാൽ വീണ ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ പോലും വാസ്തവമില്ലായിരുന്നു. ഇവർ പോയത്, ഞാനെന്നാ പോയി ആരോഗ്യമന്ത്രി ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞാണ് വിമാനം കയറിയത്. രാവിലെ പോയിട്ട് ഒന്ന് കണ്ട് ഇതെല്ലാം പരിഹരിച്ച് ആശാ വർക്കർമാരോട് അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവർ നേരെ പോയത് ക്യൂബൻ ഉപപ്രധാനമന്ത്രി അത്താഴ വിരുന്ന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക്. അത് പോട്ടെ, ക്യൂബയുടെ ആ രോമാഞ്ചം കൊള്ളാനും എല്ലാവർക്കും അവകാശമുണ്ട് അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ. അത് മര്യാദയ്ക്ക് പച്ചയായിട്ട് നേരെ ചൊവ്വേ പറഞ്ഞുകൂടെ, ഞാനിതാണ് ക്യൂബിയൻ, അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞോ പോകുന്നതിന് മുമ്പ്? അവിടെ ചെന്നിട്ട് നമ്മൾ അറിയുന്നതാണിത് ക്യൂബൻ ഉപപ്രധാനമന്ത്രി. അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല അവരത് തൊട്ട് മുമ്പ് വരെ, പത്രക്കുറിപ്പിലോ പറഞ്ഞിട്ടില്ല. ഞാൻ രാവിലെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ആരോഗ്യമന്ത്രി അവിടെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് വേണ്ടിയിട്ട്. കാരണം ഇന്ത്യയുടെ BJPയുടെ അവരുടെ പറച്ചിൽ കേട്ടാൽ അങ്ങനെയാണ് തോന്നുക. കാരണം ഇവരെ കാണാൻ വേണ്ടി നഡ്ഡ സമയം ചോദിച്ച് വാങ്ങി കാത്തിരിക്കുകയാണ്. അവിടെ ഭരണകക്ഷിയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള ഒരാള് അവിടെ കാത്തിരിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രി എന്ന് സന്ദർശിക്കാൻ പോകുന്ന പോലെ രാജ്യസഭ നടക്കുന്ന സമയത്ത് എന്ത് വിവരക്കേടാണ് ഈ വീട്. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു മന്ത്രിയാണെന്ന് വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുക. കേവലം 9 വർഷമായിട്ടുള്ള ഭരണപരിചയം, പാർട്ടി പ്രവർത്തനവും പരിചയവുമുള്ള പാർട്ടിക്ക് വല്ലാത്ത നാണക്കേട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയൊരു നാണക്കേടാണ് ഇതുപോലുള്ള കള്ളങ്ങൾ. അവർ കാര്യങ്ങൾ തൻ്റെ ഇടമായിട്ടും ചുണയായിട്ടും പറയുന്നവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നവ കേരള ഭാവുകത്വമാണോ ഇതെന്നറിയില്ല. അവർ പറഞ്ഞിട്ട് അവർ കാണാനൊരു എഫേർട്ടൊന്നും എടുത്തില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാം. ഇത് അദ്ദേഹത്തിന് ഒളിച്ചു നടക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമാണ്, പക്കയാണ്. പറയേണ്ട കാര്യങ്ങൾ സുരേഷ് ഗോപി വെച്ച് അറിയിച്ചിട്ടുമുണ്ട്. അത് ഏതോ MP കൊടുത്തതാണ്, അത് കള്ളമാണെന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങൾ പോയിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ല. നിങ്ങൾ പോയി എന്നിട്ട് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയെ കണ്ട് ഡിന്നറും കഴിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ പത്രക്കാരോടൊക്കെ ക്ഷുഭിതനാകുക. നിങ്ങൾ കേരളത്തിൻ്റെ മന്ത്രിയല്ലേ, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധിയല്ലേ, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രിക്ക് കൂട്ടുത്തരവാദിത്തമല്ലേ? സത്യം പറയണ്ടേ? അതെ, നേരായിട്ട് പറയണ്ടേ? വളച്ചു ഒടിച്ചു നിങ്ങൾ കാര്യങ്ങൾ പറയുന്ന ചാനൽ മേധാവിയുടെ ആ ഒരു സ്വഭാവം വീണ്ടും നിങ്ങൾ തുടരുന്നത് നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. എന്തെങ്കിലും മതപരിഗണന വെച്ച് ഓരോ സ്ഥാനം കിട്ടുക, അവിടെ നിന്ന് കള്ളം തന്നെ പറഞ്ഞ് കേരളീയരെന്ന് പറയുന്ന ഞങ്ങളുടെ ആത്മാഭിമാനം, ആത്മഗൗരവമാണ് നിങ്ങൾ തകർക്കുന്നത്. ഞങ്ങൾ നാണക്കെടുത്തുകയാണ്. ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകുന്നെങ്കിൽ ഡിന്നർ കഴിക്കാൻ പോവാണ്, അതങ്ങ് പറഞ്ഞാൽ മതി. അത് ഫസ്റ്റായിട്ട് പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് ഈ പറയുന്നത് പോലെ മലബാർ ക്യാൻസർ സെന്ററിനെ സഹായിക്കാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ക്യൂബയ്ക്കുണ്ടോ? ആരോഗ്യരംഗത്ത് ക്യൂബ അത്ര മികച്ച നിലയിലാണോ? പിന്നെ നടുക്കടലിലല്ലേ അവര്, പട്ടിണിയുടെ നടുക്കടലില് കോവിഡിന്റെ വാക്സിൻ കൊടുത്തത് നരേന്ദ്രമോദിയാണ്. കോവിഡിന്റെ വാക്സിൻ രാജ്യത്തെ രക്ഷിക്കാൻ. പിന്നെ ഈ മെഡിക്കൽ സപ്ലൈസ് മുഴുവൻ കൊടുക്കുന്ന ഇന്ത്യയാണ്. കോട്ട് കഷ്ടം, മുങ്ങിപ്പോയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. മധുര മനോഹര മനോജ്ഞ സോഷ്യലിസ്റ്റ് ക്യൂബ എന്ന് പറയും. എന്ത് ഈ പറയുന്നതിനൊരു അല്ല, ഇവിടുത്തെ ആൾക്കാർ അത്ര നിരക്ഷരരാണെന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത്? ക്യൂബയുടെ ഇപ്പോഴത്തെ പൊതുക്കട എത്രയാണെന്ന് അറിയാമോ? അവർക്കും നിത്യനിദാനത്തിന് പോലും വകയില്ല, അരി പോലും വകയില്ല, അരിക്ക് പോലും. അരിയൊക്കെ പിണറായി വിജയനും എല്ലാം കൂടെ എല്ലാവരിൽ നിന്നും സംഭരിച്ച് പിടിയരിയായിട്ട് വാങ്ങിച്ച് പിരിച്ചെടുത്ത് കപ്പലിൽ കയറ്റി അയച്ചു കൊടുക്കുമായിരുന്നു പട്ടിണി കിടക്കുന്നതുകൊണ്ട്. ഏതെങ്കിലും ഒരു കാര്യം അവിടെ നേരെ പോകുന്നുണ്ട്. വാട്ടർ സപ്ലൈ മുഴുവൻ തകരാറാണ്. വൈദ്യുതി 20 മണിക്കൂറാണെന്ന് തോന്നുന്നു അവിടെ പവർ കട്ടാണ്. 24 മണിക്കൂറേ ഉള്ളൂ ദിവസത്തിന്, അതിന് 20 മണിക്കൂറും കട്ടാണ്. ആകെ കിട്ടുന്നത് 4 മണിക്കൂറാണ്. അത്ര നരക രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. അല്ലാതെ വേറെ ഒന്നും സംഭാവന ചെയ്തിട്ടില്ല. വിപ്ലവം പറഞ്ഞു നടക്കുക, പ്രൊപ്പഗാൻഡ ഇറക്കുമതി ചെയ്യുക. പാകിസ്ഥാനി തീവ്രവാദത്തിനെയും കഴുതയെ ഇറക്കുമതി ചെയ്യുന്ന പോലെ ഇവരെ ഈ വിപ്ലവത്തിനെയാണ് ഇറക്കുമതി ചെയ്യുന്നത്. മദ്യത്തിൽ ലഹരിയിലും മുങ്ങിയിരിക്കുക ജനങ്ങൾ. അങ്ങനെ കേട്ടിട്ടുണ്ട് സാർ. അവിടെ ഈ മദ്യവും, അതായത് റമ്മും, അതുപോലെ ഈ ചുരുട്ട് സിഗാർ ഇത് രണ്ടുമാണ് അവരുടെ വ്യവസായം എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഫിഡൽ കാസ്ട്രോയുടെ ബ്രാൻഡ് അടയാളമായ സിഗർ, ചുരുട്ട്, അത് പുകയില ധാരാളമായിട്ടുണ്ട്. അതിനൊരു കുഴപ്പമില്ല. അതിനാണ് ഈ പുകയില വലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെയെങ്കിലും കുറച്ച് ചുരുട്ട് ചിലവായി പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
ഇതല്ല ഒരു കുന്തവും ഇല്ലാത്ത അമേരിക്ക കനിഞ്ഞില്ലെങ്കിൽ ഈ രാജ്യം ഇല്ല. അമേരിക്കയിലേക്ക് കുടിയേറി കഴിഞ്ഞ് പലരും അങ്ങനെയും കേട്ടിട്ടുണ്ട്. വലിയ തോതിൽ അമേരിക്കയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ക്യൂബൻ. ആരും പോവാത്ത ഒരു നട്ടപ്പെട്ട ഏത് കരീബിയൻ രാജ്യത്തിനേക്കാളും മോശമാണെന്ന് ക്യൂബയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതുപാടെ 10 മില്യൺ 10 കേരളത്തിൻ്റെ അത്രയും പോലും ജനസംഖ്യ ഇല്ലാത്തൊരു രാജ്യമാണ്. മധുരമായ ഒരു ക്യൂബ എന്നും പറഞ്ഞ ആവേശിക്കുക. അവരിങ്ങോട്ടാ വരേണ്ട ഉപപ്രധാനമന്ത്രി അല്ലേ? അതെ. ഈ 3 കോടിയിലധികം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 30 ദശലക്ഷം പേരുണ്ട് കേരളത്തിൽ. ക്യൂബയിലുള്ളതിൻ്റെ 3 ഇരട്ടിയുണ്ട് ഇവിടെ അല്ലേ? അതെ. അവർക്ക് ഇങ്ങോട്ട് വരികയല്ലേ ചെയ്യേണ്ടത്? എന്താ വരാത്ത? നിങ്ങൾ കാണാൻ പോയിരിക്കുന്നു. എന്നിട്ട് ആശമാരെ പറ്റിക്കുക. എന്തൊരു കള്ളത്തരമാണ് എടുക്കുന്നത്. അവരുടെ ഈ കുറച്ചൊരു ഉളുപ്പ് വരുന്ന രീതി കള്ളം പറയട്ടെ, ഉളുപ്പ് വരാത്ത രീതിയിൽ പറയണ്ടേ. അതുപോലെ കള്ളം പറയാൻ പറഞ്ഞു ഇവിടെ പിടിച്ചു നിൽക്കാൻ ഇതൊരു നാണക്കേട്, അപമാനം ഈ മന്ത്രി നമ്മുടെ നാടിന്. എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ക്യൂബയുടെ ഭരണാധികാരി ഇപ്പം മിഷേൽ ഡയസ് കനാൽ എന്ന് പറയുന്ന ആളാണ്. പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല രാജ്യത്തെ, തകർന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കമ്മ്യൂണിസം കൊണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസം ഒന്നും അല്ല, അവർ ഏതെങ്കിലും മാർഗത്തിൽ കൂടി ഇത്തിരി പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന്. സാർ, 60 വർഷത്തെ ഉപരോധമാണ് ക്യൂബ നേരിട്ടതെന്നാണ് പറയുന്നത്. ഈ 60 വർഷം കഴിഞ്ഞിപ്പോൾ വാസ്തവത്തിൽ അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണ്. ഇപ്പൊ ഇത്രയൊക്കെ, എൻ്റെ ഒരു ലളിതമായ ചോദ്യം, ഇത്രയൊക്കെ ക്യൂബ വലിയ മഹത്തരമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് ക്യൂബയിൽ പോകാതെ അമേരിക്കയിൽ പോയത്? എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് VS ലണ്ടനിൽ പോയത്, ക്യൂബയിൽ പോയില്ലല്ലോ? എന്തുകൊണ്ട് പോയി? അതേസമയം അച്യുതമേനോൻ പണ്ട് സോവിയറ്റ് യൂണിയനിൽ പോയിരുന്നു, നല്ല ചികിത്സ കിട്ടുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം കുറ്റം പറയുന്ന അച്യുതമേനോൻ സോവിയറ്റ് യൂണിയനിൽ പോകാൻ ഇവർക്ക് മടിയായിരുന്നു. കാരണം വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകരിക്കുന്ന രാജ്യമല്ലേ. എന്താ ചൈനയിൽ പോവാത്തത്? തൊട്ടടുത്തുണ്ടല്ലോ മധുര മനോഹര മനോജ ചൈന, ചങ്കിലെ ചൈന. അതിനൊക്കെ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേണം. എന്തേ? ഈ ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ കാര്യം കേട്ടത് പറയാം. ഇപ്പോൾ ബംഗ്ലാദേശികൾ അറിയാമല്ലോ, ബംഗ്ലാദേശികൾ കൂടുതലും അത്യാവശ്യം ചൈനയിലേക്കൊക്കെ പെട്ടെന്ന് അവർക്ക് പോകാം. ഈ ബംഗ്ലാദേശികൾ പോലും ചികിത്സയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് ചികിത്സയ്ക്ക് ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഇവർ രണ്ടുപേരും ചൈനയിലേക്ക് പോകുന്നില്ല. അതിനാ പറയപ്പെടുന്ന കാരണം, പോയാൽ തിരിച്ചു വരുമ്പോൾ 2 കിഡ്നിയിൽ 1 കിഡ്നിയെ കാണുള്ളൂ എന്നാണ്. സത്യമാണ്. അല്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കാണ് ചികിത്സയായിട്ട് വരുന്നത്. ഇവരൊന്നും ചൈനയിലേക്ക് പോകുന്നില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് പേര് ചികിത്സ കഴിഞ്ഞ് മാലിദ്വീപിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു, ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. അതെ, അത് ആഫ്രിക്കയിലെ ഒരു പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റിന്റെ മകള് കണ്ണ് ചികിത്സ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് ചികിത്സ കിട്ടിയില്ല. വന്നത് നമ്മുടെ കൂത്താട്ടുകുളത്തുള്ള കോട്ടയം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് ശ്രീധരീയം ആയുർവേദ വൈദ്യശാലയിലെ മരുന്ന് കഴിച്ചു. പ്രധാനമന്ത്രി തന്നെ അക്നോളജ് ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ ഇത് എന്തോന്ന് ക്യൂബയാണ് നമ്മുടെ മധുര മനോഹര മെഡിക്കൽ സാമ്രാജ്യം. ക്യൂബൻ മോഡൽ നടപ്പാക്കാൻ വേണ്ടി വട്ടിയൂർക്കാവിലൊരു സ്ഥലം, വട്ടിയൂർക്കാവിലെ ആ പ്രദേശത്ത് ഒരു സ്ഥലം എടുത്ത് വെച്ചിരുന്നു. 3 നില കെട്ടിടം ക്യൂബൻ മോഡൽ മെഡിസിൻ കൊടുക്കാൻ. അനക്കമില്ല അതിൻ്റെ. അതുപോലെ ക്യൂബയുടെ വാക്സിൻ സർവ്വസംഹാരിയായിട്ടുള്ളൊരു വാക്സിൻ വരുന്നെന്ന് പറഞ്ഞു. ക്യാൻസറിനെതിരെ എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. ഇനി ചുരുട്ടിന്റെ കാര്യമാണോ പറഞ്ഞെന്നറിയാം. ഇന്ന് വരെ സാധനം ഇവിടെ വന്നിട്ടില്ല. വായാടി വിപ്ലവവും കൊണ്ട് നടക്കുകയാണ്. നശിച്ച നാറാണക്കല്ല് വെച്ച രാജ്യത്തിന്റെ മാതൃക. ഇപ്പൊ ഒരു കാര്യത്തിൽ നമ്മൾ സമ്മതിക്കണം, കേരളവും ഏതാണ്ട് നശിച്ച് നാറാണക്കല്ല് വെക്കാറാണ്. അതെ, ക്യൂബൻ മോഡലിൽ തന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല. ആശുപത്രികളുടെയൊക്കെ അവസ്ഥ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒക്കെ അവസ്ഥ, മരുന്നുകളില്ല, ഫാർമസിയിൽ ഉപകരണങ്ങളില്ല ടെസ്റ്റ് ചെയ്യാൻ, ഡോക്ടർമാർക്ക് കൊടുക്കാൻ പൈസയില്ല, ആരോഗ്യ പ്രവർത്തകർക്ക് കൊടുക്കാൻ പൈസയില്ല. എന്തൊരവസ്ഥയിലേക്കാണ്. മരുന്നുകളില്ല പലയിടത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.